സ്ഥാപനത്തിൽ നിന്ന് പഠനം കഴിഞ്ഞ് ഇത്തവണ സെൻറ്റുവാകുന്ന 57 ഹാഫിളുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഈ പരിപാടിയിലെ മുഖ്യമായ ചടങ്ങ്. ഖബറുകളിൽ സംസ്കരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തടിച്ചുകൂടിയ ആളുകളോട് ചോദിച്ചു, ഒരു ഖബറിൽ ഒന്നിലധികം ജനാസകളെ വെക്കേണ്ടി വരുന്ന സമയങ്ങളിൽ ഏത് ജനാസയെയാണ് എത്തിക്കേണ്ടത്? അവിടുന്ന് ആ സമയത്ത് പോലും പ്രയോറിറ്റി നൽകുന്നത് അയ്യുഹുമാ അക്സറു വഖതൻ ലിൽ ഖുർആൻ. ഖുർആൻ കൂടുതൽ ആരാണോ മനഃപാഠമാക്കിയത്, ഖുർആൻ ആരാണോ കൂടുതൽ പഠിച്ചത്, അവരെയാണ് അവിടെയും എത്തിക്കേണ്ടത്. നിസ്കാരത്തിന് വേണ്ടി, ഇമാമത്തിന് വേണ്ടി ആളുകളെ പരിഗണിക്കുമ്പോൾ ഖുർആൻ ഹിഫ്ളുള്ള ആളുകളെ പരിഗണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശിഷ്യന്മാരെ ഉണർത്തുകയുണ്ടായി. കാരണം അല്ലാഹുവിന്റെ കലാമാണ്. ആ കലാമിനെ ആരാണോ പഠിക്കുന്നത്, ആരാണോ മനഃപ്പാഠമാക്കുന്നത്, അവർക്ക് വലിയ ബഹുമാനമുണ്ട്. ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മുടെ മഹാന്മാരായ ഉലമാക്കൾ ഖുർആനിനോടുള്ള ആ ഒരു ബഹുമാനം അവർ പ്രകടിപ്പിക്കുന്നതിന്റെ ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ സാധാരണക്കാരായ ആളുകൾ, ഗൾഫിലും നാട്ടിലുമുള്ള ആളുകൾ ഖുർആൻ ഹിഫ്ളാക്കിയ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ അവരുടെ തഖാഫുൽ പരിപാടികളിൽ വളരെ ആവേശത്തോടെ മുന്നോട്ട് വന്ന് ഓരോ ഹാഫിളിന്റെയും സംരക്ഷണ ചുമതല ഞാൻ ഏറ്റെടുക്കാമെന്ന് പറയുന്ന ധാരാളം സഹോദരന്മാർ മർക്കസിന്റെ അനുഭവങ്ങളിലുണ്ട്. 2400-ലധികം ഹാഫിളുകൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ഖുർആൻ മനഃപ്പാഠമാക്കി പുറത്തിറങ്ങിയപ്പോൾ മർക്കസ് ഏറ്റവും കടപ്പെട്ടിട്ടുള്ളത്, ഈ ഉമ്മത്ത് ഏറ്റവും കടപ്പെട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട ശൈഖുൽ ഉസ്താദ് അവറുകളോടാണ്. 1978 മുതൽ വിദേശ നാടുകളുമായി ബന്ധം സ്ഥാപിക്കുകയും ആ നാടുകളിലുള്ള പള്ളികളിലും ഓഫീസുകളിലും കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ അവിടെ ഉസ്താദിനെ അത്ഭുതപ്പെടുത്തിയ ഒരു വലിയ ഘടകം, അറേബ്യൻ നാടുകളിൽ ഉള്ള ഇസ്ലാമിക സമൂഹം ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിൽ വളരെ മുൻപിലാണ്. വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരോട് നിങ്ങൾ എന്താണ് പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവർ നൽകുന്ന മറുപടി ഞങ്ങൾക്ക് ഖുർആൻ മനഃപ്പാഠമുണ്ട് എന്നാണ്. മക്കയിലും മദീനയിലും യുഎഇയിലും ബഹ്റൈനിലും ഖത്തറിലും കുവൈത്തിലും അങ്ങനെ 60 നാടുകളിൽ മുഴുവൻ അവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിംകൾ പോലും ഖുർആൻ മനഃപ്പാഠമാക്കുമ്പോൾ കൊച്ചു കേരളത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കുന്നവരുടെ എണ്ണം മർക്കസ് തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ വളരെ കുറവായിരുന്നു, നന്നേ കുറവായിരുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ടെങ്കിലും നിസ്കാരത്തിൽ നീണ്ട ഖുർആൻ ഭാഗങ്ങൾ ഓതുന്നവർ നമ്മുടെ പള്ളികളിൽ നന്നേ കുറവായിരുന്നു. മതപ്രഭാഷണ വേദികളിൽ ഖുർആന്റെ വചനങ്ങൾ ഇമ്പമാർന്ന രൂപത്തിൽ പാരായണം ചെയ്ത് പിന്നെ ആ ഖുർആന്റെ തഫ്സീർ വിശദീകരിക്കുമ്പോൾ അത് കേൾക്കുന്നതിന് വല്ലാത്തൊരു ചന്തമാണ്. അതൊന്നും നമ്മുടെ ആലിമ്യങ്ങൾക്കില്ലല്ലോ. ഇത് പരിഹരിക്കാനുള്ള ഒരേ ഒരു മാർഗം നമ്മൾ ആരംഭിക്കുന്ന മർക്കസ് എന്ന സ്ഥാപനം 1985 സഖാഫികൾ സനദ് വാങ്ങി പുറത്തിറങ്ങിയപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന നല്ലൊരു ടീം ഇവിടെ നിന്ന് പുറത്തിറങ്ങണം. അതൊരു വലിയ ആഗ്രഹമായിരുന്നു. കോഴിക്കോട് പട്ടണത്തിൽ വയവക്കത്തെ പള്ളിയിലെ ഒരു ഹാഫിള് ഇമാം, അദ്ദേഹം മാത്രമായിരുന്നു കോഴിക്കോട് നഗരത്തിൽ അറിയപ്പെട്ട ഒരു ഹാഫിള് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ ആവേശത്തോടുകൂടി ധാരാളം ആലിമീങ്ങൾ കോഴിക്കോട്ടേക്ക് പോകുന്നത് അന്നത്തെ ഒരു പുതുമയുള്ള കാഴ്ചയായിരുന്നു. അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് തൊട്ടതെല്ലാം തന്നാക്കി മാറ്റുകയും ദീനീ വിജ്ഞാനത്തിന്റെ മേഖലകളിൽ ആരും തുടങ്ങാൻ മടിച്ചു നിന്ന പലരും ഉസ്മാനി പ്രകാരമുള്ള ഖുർആന്റെ ലിപിയിൽ ഖുർആൻ എഴുതണം, അത് ആലിമീങ്ങളുടെ ഇജ്മാഅാണ്. അതനുസരിച്ചുള്ള ഖുർആന്റെ ലിപികൾ കൊണ്ട് ഖുർആൻ
ഇവിടെ പ്രിന്റ് ചെയ്യണമെന്ന ആശയം ആദ്യമായി നമുക്ക് ഇവിടെ പഠിപ്പിച്ചത് ഉസ്താദ് തന്നെയായിരുന്നു. അൽഹംദുലില്ലാഹ് ആ ഒരു മുന്നേറ്റം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ ഏറ്റെടുത്തു. പണക്കാർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മാതൃക പിന്തുടർന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും ഖുതുബയിൽ 4 മഹാന്മാരായ ബദരീങ്ങളുടെ പേരിൽ നാം തദ്ലീഖ് ചെയ്യുമ്പോൾ അതിലൊന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഈമാൻ പോലെ, രണ്ടാമത് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ധൈര്യം പോലെ, മൂന്നാമത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഔദാര്യശീലം പോലെ, നാലാമത് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉപയോഗിക്കുന്ന തന്ത്രവും യുക്തിയും ആ യുക്തി പിന്തുടർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മഹല്ല് ഭാരവാഹികളും ഖതീബ് ഖാദിമാരും, അങ്ങനെ 4 മഹാന്മാരുടെ മാതൃക പിന്തുടരാൻ പരോക്ഷമായി പ്രേരിപ്പിക്കുന്ന പുതുവകളാണ് നമ്മുടെ നാടുകളിൽ നടക്കുന്നതെങ്കിൽ പണക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ നെഞ്ചേറ്റിയത് തകാഫുലിന്റെ പദ്ധതിയായിരുന്നു. അൽഹംദുലില്ലാഹ് മർക്കസിന്റെ പ്രചാരണത്തിന് വേണ്ടി യുഎഇയിലും സൗദിയിലുമൊക്കെ യാത്ര പോകുന്ന സമയത്ത് മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർക്ക് ഏറ്റവും രോമാഞ്ചമുണ്ടാകുന്ന ഒരു ഘടകം ചില ആളുകളൊന്ന് പരിചയപ്പെടുത്തുന്നത്, ഞാൻ മർക്കസിന്റെ തകാഫുൽ മെമ്പറാണ് ഉസ്താദേ. സുബ്ഹാനല്ലാഹ്, എന്തൊരു അഭിമാനം! ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്ന് ഈ മർക്കസ് ഇവിടെ നടന്നു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആൻ പഠിക്കുന്ന കുട്ടികളെ ഏറ്റെടുക്കാൻ ജനങ്ങൾ തയ്യാറാണ്. പുതിയ ക്യാമ്പസുകൾ ഇക്കൊല്ലവും ധാരാളം അപേക്ഷകൾ വന്നു. ആ ക്യാമ്പസുകൾ ഇവിടെയുള്ള സിൻഡിക്കേറ്റ് അംഗീകരിച്ചതിന് ശേഷമാണ് അവിടെ ഓഫ് ക്യാമ്പസുകൾ ആരംഭിക്കുന്നത്. അൽഹംദുലില്ലാഹ് അവിടെ നിന്ന് പഠിക്കുന്ന ഹാഫിളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഏറ്റവും പ്രഗത്ഭരായ ധാരാളം ഹാഫിളുകൾ ഇന്ത്യയുടെ പുറത്തുള്ള ധാരാളം രാജ്യങ്ങളിൽ, ജോർഡാനിലും അതുപോലെ ഈജിപ്തിലും അബുദാബിയിലും സൗദി അറേബ്യയിലും ലിബിയയിലും മൊറോക്കോയിലും ഇന്തോനേഷ്യയിലും അവിടെയെല്ലാം ഏറ്റവും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചപ്പോൾ മർക്കസ് എന്ന് പറയുമ്പോൾ, ശൈഖ് അബൂബക്കർ എന്ന് പറയുമ്പോൾ, ആ പ്രദേശങ്ങളിൽ മുസാബഖകളിൽ പങ്കെടുക്കുന്ന അതിന്റെ സംഘാടകരുടെ ഏറ്റവും വലിയ അത്ഭുതം, ഇത്ര ഏറ്റവും മനോഹരമായ രൂപത്തിൽ ഖുർആൻ ഓതാൻ എങ്ങനെയാണ് കേരളത്തിലെ ഇന്ത്യയിലെ കുട്ടികൾക്ക് കഴിയുന്നത്? അൽഹംദുലില്ലാഹ് ആ ഓഫ് ക്യാമ്പസുകളിൽ മെയിൻ ക്യാമ്പസിലും ഖുർആൻ പഠിക്കുന്ന അധ്യാപകരെ ഈ സന്ദർഭത്തിൽ ഈ സമ്മേളനം ആദരിക്കുകയാണ്. ഇത് സനദ് നൽകുന്ന ഒരു സമ്മേളനം മാത്രമല്ല, മറിച്ച് ഈ സമ്മേളനം ഹാഫിളുകളെ ആദരിക്കുന്ന സമ്മേളനമാണ്. ഇന്നും ഖുർആൻ ഒരു ചെറിയ ഉള്ളിക്കോ പള്ളിക്കോ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഖുർആന്റെ കയ്യെഴുത്ത് പ്രതികൾ സുരക്ഷിതമാണ്. വേറെ ഏതെങ്കിലും ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനമായുള്ള കയ്യെഴുത്ത് പ്രതികൾ ഇങ്ങനെ സുരക്ഷിതമായി നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. ഇതൊക്കെ ഖുർആന്റെ ബഹുമാനമാണ്. പറഞ്ഞതുപോലെ ആ മഹത്തായ പരിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ ഈ സമ്മേളനം ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളോടും ആഹ്വാനം ചെയ്യുകയാണ്. ശൈഖുൽ ഉസ്താദിന് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ഇവിടെ നൽകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിർമ്മിപ്പിക്കുന്നില്ല. പരിശുദ്ധമായ ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്നേഹത്താണ്. അല്ലാഹുവിനുള്ള ഗുണകാംക്ഷയാണ് ഇസ്ലാം. ഖുർആനിനുള്ള ഗുണകാംക്ഷയാണ് ഇസ്ലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുണം ഉദ്ദേശിക്കലാണ് ഇസ്ലാം. ഇമാമികളോടും അലിമീങ്ങളോടുമുള്ള ഗുണകാംക്ഷയാണ് ഇസ്ലാം. ഇമാമികളെ തള്ളി പറയുന്നവന് ഇസ്ലാമുമായി ബന്ധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളി പറയുന്നവന് ഇസ്ലാമുമായി ബന്ധമില്ല. ഖുർആൻ തള്ളി പറയുന്നവന് ഇസ്ലാമുമായി ബന്ധമില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ വളർച്ചയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അതാണ് ഇവിടെ ആലോചന. യൂണിവേഴ്സിറ്റി ആരംഭിക്കുമ്പോൾ നമ്മൾ അച്ഛാതാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മർക്കസിന്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോഴും ആ സ്ഥാപനം കൊണ്ട് ഇസ്ലാമിന് എന്താണ് ഗുണം, ഈ രാജ്യത്തിനും ഇസ്ലാമിനും എന്താണോ സ്ഥാപനങ്ങൾ കൊണ്ട് ഗുണം, അതാണ് അതിന്റെ മെഷർ ചെയ്യാനുള്ള ഉപകരണമെങ്കിൽ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, യംബഗി ലിഹാമിൽ ഖുർആൻ അൻ യുറഫ ഇലൈഹി ഇദൻ നാസു ലാ
അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് 3 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ പൂർത്തിയാകുന്ന ഹിഫ്ള് എന്ന ആ സംരംഭം പൂർത്തിയാകുന്നതോടുകൂടി പഠനം അവസാനിപ്പിക്കുകയല്ല. ശൈഖുനാ ഉസ്താദിന്റെ പ്രത്യേകമായ നിർദ്ദേശം ഇന്ന് പാസ്സാകുന്ന ഈ ഹാഫിളുകളോടും ഹിഫ്ളിൽ പാസ്സാകുന്ന മുഴുവൻ ആളുകളോടുമുള്ള ഉപദേശം, നിങ്ങൾ ഈ പഠനം കൊണ്ട് ഖുർആൻ പഠനം നിർത്തരുത്. ഖുർആൻ അർത്ഥം പഠിക്കണം, ഓതാനും പഠിക്കണം, അതിന് ഉച്ചാരണം നന്നാക്കണം, എഴുത്ത് വളരെ നന്നാക്കണം. അതിനു പുറമെ ആ ഖുർആന്റെ തഫ്സീർ പഠിക്കണം. ആ തഫ്സീർ പഠിച്ചാൽ പോരാ, വിവിധ ഭാഷകളിൽ ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമെല്ലാം ഖുർആൻ മനോഹരമായി മറ്റു ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് വിശദീകരിക്കുമ്പോൾ മറ്റു മതക്കാരായ പലരും ഇസ്ലാമിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് അവരെ നല്ല ഖുർആൻ പണ്ഡിതന്മാരാക്കി വളർത്താൻ വേണ്ടി പ്രത്യേകമായ ക്യാമ്പസ് മർക്കസിന്റെ കീഴിൽ ആരംഭിക്കുകയും വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയുമാണ്. മാത്രവുമല്ല, ഹിഫ്ള് പഠിച്ച താലിമീങ്ങളും മറ്റ് ഇൽമു പഠിച്ച ആളുകളുമല്ല. ഇബ്നു മസ്ഊദ് പറയുന്നു, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഖുർആൻ പഠിച്ചവർ ഉറക്കമില്ലാതെ രാത്രി ഒന്നുകൂടി സജീവമാക്കണം. മറ്റുള്ളവരെ പോലെ കൂടുതൽ ഉറങ്ങരുത്. ഉറങ്ങിയാൽ ഖുർആൻ അവരിൽ നിന്ന് മറന്നുപോകും. അതുപോലെ സുന്നത്ത് നോമ്പ് നൽകുന്ന വിഷയത്തിൽ അവർ മാതൃകയായിരിക്കണം. ജനങ്ങൾ പൊട്ടിച്ചിരിച്ചും കളിച്ചും നടക്കുമ്പോൾ ആ പൊട്ടിച്ചിരികളിലും കളികളിലും പങ്കെടുക്കാതെ കാര്യബോധമുള്ളവരായി അല്ലാഹുവിനെ ഭയപ്പെടുന്നവരായി ആ കുട്ടികൾ വളരണം, ആഫിലുകൾ വളരണം. സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ബഹുമാനപ്പെട്ട തങ്ങളും ഈ വിനീതനും ദുബൈയിൽ പോയപ്പോൾ, അബുദാബിയിൽ പോയപ്പോൾ, അവിടെ ഒരു വെള്ളിയാഴ്ച ജുമഅത്ത് പങ്കെടുത്തപ്പോൾ ആ മിമ്പറിൽ കയറി വരുന്നത് ഇവിടുന്ന് പാസ്സായ ഹാഫിളാണ്. ആ സദസ്സിലുണ്ടായിരുന്ന ആളുകളാവട്ടെ 90% അറബികളാണ്. അറബികളായ ആളുകൾക്ക് മുൻപിൽ ഹതീമായി പ്രത്യക്ഷപ്പെടുന്നത് മലയാളിയായ മർക്കസിന്റെ ഒരു സന്തതിയാണെന്ന് പറയുമ്പോൾ അതിനുള്ള സന്തോഷം എത്രയാണ്! അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അത് കഴിഞ്ഞ് ഒരു വൈകുന്നേരം മഗ്‌രിബ് നിസ്കാരത്തിലുള്ള പള്ളിയിൽ ഞങ്ങൾ കയറിയപ്പോൾ ആ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നത് ഒരു ഇവിടുന്ന് പാസ്സായ ഹാഫിളാണ്, ഒരു യതീം കുട്ടിയാണ്. ആ കുട്ടിയുടെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടപ്പോൾ ഇവിടെ യതീംഖാനയിൽ അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി വന്നു. അന്ന് ഇവിടെയുള്ള യതീംഖാനയിൽ 1000 കുട്ടികളുണ്ടായിരുന്നു. ആ 1000 കുട്ടികളുടെ യതീംഖാനയിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്തപ്പോൾ ആ കുട്ടിയുടെ ഉമ്മയും കരഞ്ഞുകൊണ്ട് അവർ ഇറങ്ങി പോവുകയാണ്. അവസാനം അവർ ഉസ്താദിന്റെ അടുക്കൽ വന്നു പറഞ്ഞ് കരഞ്ഞപ്പോൾ ഒരു നിർദ്ദേശം നൽകി, ആ കുട്ടിയെ ഹിഫ്ളുൽ ഖുർആനിൽ കൊണ്ടുപോയി ചേർത്തിക്കൊള്ളൂ. ഏതായാലും യതീമായ കുട്ടിയല്ലേ, യതീംഖാനയിൽ സീറ്റില്ലെങ്കിൽ ഹിഫ്ളിനെ ചേർക്കാമല്ലോ. അങ്ങനെ ഹിഫ്ളിനെ ആ കുട്ടിയെ ചേർക്കുകയും ആ കുട്ടി ഹിഫ്ളുൽ ഖുർആനിൽ നിന്ന് ഹിഫ്ള് പൂർത്തിയാക്കുകയും സ്കൂളിൽ പാസ്സാക്കുകയും പിന്നീട് സഖാഫി ബിരുദമെടുക്കുകയും അങ്ങനെ ആ കുട്ടി അവിടെ ഇന്റർവ്യൂവിൽ ജയിച്ച് ഇന്ന് ആ പള്ളിയിലെ ഇമാമാണ്. മലപ്പുറം ജില്ലയിലെ ഒരു സഖാഫി, പേര് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് ഇൽമു നൽകാൻ, ഖുർആന്റെ അറിവ് നൽകാൻ, അവരെ വളർത്തിയെടുക്കാൻ മർക്കസിന് സഹായിക്കുന്ന ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളോടുമുള്ള പ്രതിബദ്ധതയും അവരോടുള്ള ആനുകൂല്യവും ഈ സമയത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിനൊക്കെ ധൈര്യത്തോടെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുകൾക്കും തങ്ങൾക്കും കമ്മിറ്റി ഭാരവാഹികൾക്കും സ്ഥാപനത്തിനും മുദരിസമാർക്കും അല്ലാഹു സമാഹരിക്കുന്നവരുടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകളോട് അവസാനിപ്പിക്കുന്നു.